തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 11 വാക്യങ്ങൾ 2 മുതൽ. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. സുവിശേഷത്തിൽ സ്നാപയോഹന്നാൻ ആദ്യമായിട്ട് യേശുവിനെ കണ്ടുമുട്ടുന്നത് എവിടെയാണ്? ഒരു കുസൃതി ചോദ്യമാണ്. അതിനുള്ള ഉത്തരം നമുക്കറിയാം. സ്നാപയോഹന്നാൻ്റെ അമ്മ എലിസബത്തും പരിശുദ്ധ അമ്മയും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ രംഗം. അവിടെ സ്നാപയോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ കുതിച്ചു ചാടുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ആ സ്നാപയോഹന്നാൻ ഈശോയ്ക്ക് മാമോദീസ കൊടുത്തു. ഈശോയെ നോക്കിക്കൊണ്ട് സ്നാപയോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈശോയെ നോക്കിക്കൊണ്ട് സ്നാപയോഹന്നാൻ വീണ്ടും പറഞ്ഞു, അവൻ്റെ ചെരുപ്പിൻ്റെ വാരഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഈശോയ്ക്ക് മാമോദീസ കൊടുക്കുന്ന സമയത്ത് സ്നാപയോഹന്നാൻ സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് ഈശോയിൽ വരുന്നതും ഒക്കെ കണ്ടതാണ്. അങ്ങനെ വിശ്വാസത്തിൻ്റെ നെറുകയിലായിരുന്ന സ്നാപയോഹന്നാൻ വിശ്വാസത്തിൽ വീണുപോകുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ സുവിശേഷത്തിൽ കേട്ടത്. സ്നാപയോഹന്നാൻ ഈശോയോട് ചോദിക്കുകയാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ വേറൊരുവനെ പ്രതീക്ഷിക്കണമോ? എങ്ങനെയാണ് സ്നാപയോഹന്നാൻ വിശ്വാസത്തിൽ നിന്നും സംശയത്തിലേക്ക് വീണുപോയത്? അതിനുള്ള ഒരു ഉത്തരം ഒരുപക്ഷെ ആ കാരാഗ്രഹത്തിലെ അവിടെ ഉണ്ടായിരുന്ന സ്ഥിതിഗതികളായിരിക്കാം. കാരാഗ്രഹത്തിൽ സ്നാപയോഹന്നാനായിരുന്നപ്പോൾ അവിടുത്തെ ക്രൂരതയും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടപ്പോൾ സ്നാപയോഹന്നാൻ എവിടെയോ വിശ്വാസത്തിൽ പതറിപ്പോവുകയാണ്. ചുറ്റുപാടുമുള്ള കുറവുകളും പോരായ്മകളും കണ്ടുകൊണ്ട് സ്നാപയോഹന്നാൻ പതിയെ വിശ്വാസത്തിൽ പതറിപ്പോയിക്കൊണ്ട് ഈശോയോട് ചോദിക്കുകയാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ? പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ നിന്നും സംശയത്തിലേക്ക് വീണുപോകുന്ന സ്നാപയോഹന്നാൻ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ നമ്മൾ അവിടെ വായിക്കുന്നത്? പലപ്പോഴും വിശ്വാസത്തിൽ നിന്നും സംശയത്തിലേക്കും നമ്മളും വീണുപോയിട്ടില്ലേ? അതിനുള്ളൊരു കാരണം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒത്തിരിയേറെ നെഗറ്റീവായ കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളും മാത്രം നമ്മൾ കാണുമ്പോൾ നമ്മളും വിശ്വാസത്തിൽ നിന്ന് സംശയത്തിലേക്ക് വീണുപോയേക്കാം. അവിടെ ഈശോ സ്നാപയോഹന്നാന് കൊടുത്ത ഉത്തരം നമ്മൾ ശ്രമിക്കണം. ഈശോ പറയുകയാണ്, നിങ്ങൾ പോയി കേൾക്കുന്നതും കാണുന്നതും യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഈശോ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്, നിങ്ങൾ പോയി സ്നാപയോഹന്നാനോട് പറയുക, ലുക്ക് അറ്റ് ദ ഗുഡ് ന്യൂസ്, നന്മ കാണുക, സുവിശേഷത്തിലേക്ക് നോക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ്. വിശ്വാസത്തിൽ നിന്ന് സംശയത്തിലേക്ക് വീണു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഉത്തരമാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ സുവിശേഷത്തിലേക്ക് നോക്കുക, നന്മ കാണാനായിട്ട് പഠിക്കുക. ഒരുപക്ഷേ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന തിന്മകളിലേക്കും പോരായ്മകളിലേക്കും
വീഴ്ചകളിലേക്ക് മാത്രമാണ് നമ്മൾ നോക്കിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പതറിപ്പോകും. നമ്മുടെ ചുറ്റുമുള്ള നന്മ കാണാനായിട്ട് നമ്മൾ കാണണം. നമ്മുടെ തന്നെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളിലേക്കും കൃപകളിലേക്കും നമുക്ക് നോക്കാം, വചനത്തിലേക്ക് നമുക്ക് നോക്കാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്ന അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അവിടെ നമ്മൾ വിശ്വാസത്തിൽ വളരും. കുറവുകളിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ നമ്മൾ സംശയത്തിന് അടിമയായി തീർന്നേക്കാം. നമുക്ക് വിശ്വാസത്തിൽ വളരാനായിട്ട് നന്മ കാണുന്നവരായി തീരാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം